എവിടെത്തെന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം ആളുകൾ നിലമ്പൂരിൽ എവിടെ ഒരു ഏക്കർ സ്ഥലം വാങ്ങി അവിടെ പോയി ആടിനെ മേച്ച് അതാണ് നബി ചെയ്തത്. അതുപോലെ അറബി കുപ്പായം ധരിച്ച് ജീവിക്കുന്നു കേട്ടു, പോയി നോക്കേണ്ടതാണ്. ഇനി ഒട്ടകത്തിന്റെ പാല് കുടിച്ചാലേ അത് പൂർത്തിയാവുള്ളൂവെങ്കിൽ അത്. ഇനി യമനിലേക്ക് ഹിജറ പോകുന്നു, ഞാൻ കേട്ടനെ, യമനിലേക്ക് ഹിജറ പോകുന്നു എന്നും കിട്ടാൻ എന്താ കാര്യം എന്ന് പറയും. അല്ല ഈമാന് യമാനി ഹിക്കുമത്ത് യമാനി, ഈമാൻ എന്ന് പറഞ്ഞാൽ യമനികൾക്കാണ് എന്ന് നബി പറഞ്ഞവരെ പ്രത്യേക സാഹചര്യത്തിൽ പറഞ്ഞാൽ, അതുകൊണ്ട് ഈമാൻ കിട്ടണമെങ്കിൽ യമനിൽ പോകണമെന്നാ. ഇപ്പം ചെന്നാൽ തലയായിട്ട് മടങ്ങൂല എന്നുള്ളത് വേറെ കാര്യം. യമനിൽ ആഭ്യന്തരമായ കുഴപ്പവും ആകെ ബഹളമാണ്. അപ്പോൾ ചുരുക്കത്തിൽ ഇതുപോലെ അക്ഷരങ്ങളെ വ്യാഖ്യാനിക്കാൻ, അക്ഷരങ്ങളെ അങ്ങനെ തന്നെ കണക്കിലെടുത്ത് അത് സാഹചര്യമോ അർത്ഥതലങ്ങളോ ദാർശനികമോ ഒന്നും പ്രശ്നമില്ലാതെ അങ്ങോട്ട് വ്യാഖ്യാനിക്കുക. ഓരോരുത്തരും ഓരോ വഴിയാണ്, നിത്യേന വഴി എന്ന് വാക്ക് വയ്ക്കില്ല, ഇൽഹാമാണ്, അതാണത്, അതാണ്. എന്നിട്ട് അങ്ങനെ അടിച്ചു വിടുകയാണ്. ഇത് അടിയന്തരമായി പുനഃപരിശോധിച്ചില്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിക്ക് പ്രത്യേകിച്ചൊന്നും സംഭവിക്കുകയില്ല. പക്ഷേ ഈ പ്രസ്ഥാനത്തിന്റെ ഗതി എന്താവും എന്ന് അതിന്റെ ആളുകൾ ആലോചിക്കേണ്ടതാണ്, സംശയമാണ്. പിന്നെ എന്താ വെച്ചാൽ അവർക്കും സമാധാനമുണ്ട്, ഇനി ഭൂമിയിൽ ആരും രക്ഷക്കെത്തിയില്ലെങ്കിൽ ജിന്നുകൾ വന്ന് രക്ഷപ്പെടുത്തിക്കൊള്ളുമെന്ന്. ശരിയാണ്. അത് പിന്നെ ഒരാൾക്ക് സ്വപ്നം കാണാനുള്ള അവകാശം നമ്മൾ നിഷേധിക്കേണ്ടതില്ല. അടിയന്തര സഹായം ആവശ്യമായി വരുമ്പോൾ ജിന്നുകളെ വിളിച്ചാൽ മതിയെങ്കിൽ സഹായം. പക്ഷേ ഈ വോട്ടേഴ്സ് ലിസ്റ്റിലൊന്നും ജിന്നുകൾ ഉണ്ടാവില്ല, അതല്ല വലിയ കുഴപ്പം.